നമുക്കിതുപോലത്തെ ഫോട്ടോസ് എങ്ങനെ ഈസിയായി ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇൻഷോട്ട് ഓപ്പൺ ആക്കിയ ശേഷം അതിൽ കോളേജ് എടുക്കുക, ബ്ലെൻഡർ ഓപ്പൺ ആക്കുക. അതിൽ നമുക്ക് 12 ഫോട്ടോസ് വരെ ആഡ് ആക്കാം. ഇപ്പം ഞാൻ മീ ആൻഡ് ആദ്യ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഫോട്ടോസ് എടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാം. വേണ്ടുന്ന ഫോട്ടോസ് എത്രയോ അത്രയും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഏത് ഫോട്ടോസ് വേണമെങ്കിലും സൂം ചെയ്ത് നോക്കാം. അത്രയും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ടിക്ക് എന്ന ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ടിക്ക് എന്ന ഓപ്ഷൻ കൊടുത്ത ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. അതിൽ ലേഔട്ട്, ബ്ലെൻഡ്, റേഷ്യോ എന്ന 3 ഇതുണ്ടാവും. ലേഔട്ടിൽ നമുക്ക് ഏത് രീതിയിലുള്ളത് വേണമെന്ന് സെറ്റാക്കാം. പിന്നെ എത്ര ഫോട്ടോസ് വേണം, 12 ഫോട്ടോസ് വരെയാണ് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് വേണ്ടുന്ന ഫോട്ടോസ് അഡ്ജസ്റ്റ് ആക്കി വെക്കാം. വേണ്ടാത്ത ഫോട്ടോസ് അതിൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും സെറ്റാക്കിയ ശേഷം നമുക്ക് എക്സ്പോർട്ട് കൊടുത്ത് ഫോട്ടോ സേവ് ചെയ്തെടുക്കാം. ദെൻ നമ്മൾ വീണ്ടും ഇൻഷോട്ട് ഓപ്പൺ ആക്കി അതിൽ ഫോട്ടോ എടുത്ത് നമ്മൾ സേവ് ചെയ്ത ഫോട്ടോ ഓപ്പൺ ആക്കി അതിൻ്റെ ഫിൽറ്റർ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡാർക്ക് ഫിൽറ്ററാണ് എടുക്കുന്നത്. അതായത് ഒരു വിൻറ്റേജ് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു ഫിൽറ്ററാണ് എടുത്തത്. അതും കൂടി എടുത്ത് സെറ്റാക്കി നമുക്ക് വീണ്ടും ആ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വെക്കേണ്ട ഫോട്ടോ ഏതോ അതിൻ്റെ കട്ടൗട്ട് എടുക്കണം. അതിനു വേണ്ടി വീണ്ടും ഇൻഷോട്ടിൽ ഫോട്ടോ എന്ന ഓപ്ഷൻ ഓണാക്കി നമുക്ക് വേണ്ട ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻഷോട്ടിൽ തന്നെ കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ടൗട്ട് വരും. അതിൽ ആ പേഴ്സൺ എന്ന് കാണുന്ന ആ ഇതിലെടുത്തിട്ട് നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ, നമുക്ക് വേണ്ട ഔട്ട്ലൈൻ സെറ്റാക്കി അതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ആക്കി സേവ് ചെയ്തെടുക്കാം. ദെൻ നമുക്ക് വീണ്ടും ആദ്യം എഡിറ്റ് ചെയ്ത ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ക്യാൻവാസ് 9:16 റേഷ്യോയിലാക്കുക. ദെൻ നമ്മൾ കട്ടൗട്ട് എടുത്ത ഫോട്ടോ എടുക്കുക. അതും അതിനകത്ത് സെറ്റാക്കി എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി സെറ്റാക്കുക. ഇപ്പം ഞാനിവിടെ അതിന് ശേഷം റൈറ്റിങ്സ് എഴുതുന്നുണ്ട്. ഇപ്പം ഞാൻ ആദ്യം ഫോട്ടോ സെറ്റാക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ളടുത്ത് ഫോട്ടോ സെറ്റാക്കുക. ദെൻ നമ്മൾ റൈറ്റിങ്സ് എഴുതാൻ വേണ്ടി ടെസ്റ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. ദെൻ നമുക്ക് എഴുതേണ്ട റൈറ്റിങ്സ് എന്തോ അത് എഴുതാം. എന്നിപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്, മൈ ഡിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അതും നമുക്ക് ഫോണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് അല്ലെങ്കിൽ കളറ് ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റാക്കി അതും അതിൻ്റെ കൂട്ടത്തിൽ സെറ്റാക്കാം. ഇനി ഞാൻ ഈ ഫോട്ടോയ്ക്ക് സൈഡിലൂടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതുന്നുണ്ട്. അത് ഞാനൊരു ബ്ലാക്ക്, നമുക്ക് വേണ്ട ഫോണ്ട് ഞാൻ ആദ്യം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം കളർ ഒരു ബ്ലാക്കാണ്. പിന്നെ കർവ് ചെയ്യണമെങ്കിൽ കർവ് ചെയ്ത് അങ്ങനെ ഞാൻ ഓരോ സൈസും എടുത്ത് ഓരോ റൈറ്റിങ്സ് ഫസ്റ്റ് ഹാപ്പി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഹാപ്പി എന്നുള്ള റൈറ്റിങ്സ് എടുത്ത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെക്കാൻ നോക്കുകയാണ്. ദെൻ അതിൻ്റെ കളറ് എനിക്ക് ഫോണ്ട് ഇഷ്ടപ്പെട്ടില്ല, സോ ഞാൻ ഫോണ്ട് മാറ്റി ദെൻ അതുകൊണ്ട് വെച്ചു. ദെൻ അതിൻ്റെ തന്നെ കോപ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഓരോ കോപ്പികളും എടുത്ത് കളർ മാറ്റിയ ശേഷമാണ് ഞാൻ കോപ്പി എടുത്തത്. അങ്ങനെ അതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ അതിൻ്റെ അവിടെ ഒരു കർവ് സെറ്റാക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ എഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്ത് കർവ് സെറ്റാക്കി അത് സെറ്റാക്കി അങ്ങനെ ഹാപ്പി എന്നുള്ളത് ഫുള്ള് സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഹാപ്പി എന്നുള്ള റൈറ്റിങ്സ് ഫുള്ള് ഞാനിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ സൈസ് മീൻസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ട ബോർഡറിൽ തന്നെ വെച്ചു. ഞാൻ ബർത്ത്ഡേ എന്നുള്ളത് എഴുതുകയാണ്. ദെൻ അതും ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് സെറ്റാക്കി എടുക്കാം. ദെൻ നമുക്കിനി ഇത് സേവ് ആക്കിയെടുക്കാം. ഈ ഫോട്ടോ സേവ് ആക്കിയ ശേഷമുള്ള ഈ ഫോട്ടോയുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്